ഐഷ പോറ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ കുറേ കാലത്തെ ഇടതുബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസിലേക്ക് വരവിന് കാരണം? ഞാനൊരു 2 വർഷമായിട്ട് ഇടതുപക്ഷത്തിലില്ലല്ലോ. ഞാൻ 2023 മാർച്ചിന് ശേഷം ഇടതുപക്ഷത്തിലില്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഒഴിവാക്കാൻ. എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. കുറ്റം പറയാൻ എനിക്കിഷ്ടമില്ല. അത് നിങ്ങൾ എത്ര നേരം ചോദിച്ചാലും ഞാൻ ലോകത്താരെയും കുറ്റം പറയത്തില്ല. അത് ഓരോരോ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ. ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പോയതിൻ്റെ പേരിൽ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴും അത് പ്രതീക്ഷിക്കുന്നു. അതും ഒരു ഘടകമാണ്. പക്ഷേ എനിക്ക് അവിടെ സ്പേസ് ഇല്ല. ഞാനവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കൊണ്ടുവന്ന പദ്ധതികളിലൊക്കെ നമ്മുടെ ഒരു നോട്ടീസിൽ പേര് വയ്ക്കുമോ, ജസ്റ്റ് തൊട്ട് മുറ്റത്ത് എൻ്റെ ഓഫീസിനടുത്തുള്ളവരുടെയൊക്കെ ഒന്ന് പറയുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എല്ലാവർക്കും ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. പിന്നെ പൊട്ടിത്തെറിക്കാനൊന്നും എനിക്കിഷ്ടമില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പക്വതയോടെ വരുന്നതിന് മുകളിലൊരു ശക്തിയുണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാം കാണുന്ന കാലത്തിൻ്റെ കാവ്യനീതിയാണത്. അതുകൊണ്ട് ഞങ്ങളുടെയൊന്നും കുടുംബങ്ങളിൽ ആരും ഈ പാർട്ടിയിൽ ഇപ്പം ഇല്ല. 3 വട്ടം അരിവാൾച്ചിരി നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ചു. ഇനിയിപ്പോൾ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ കൊട്ടാരക്കരയിൽ പ്രതീക്ഷിക്കാമോ? പറയാൻ പറ്റത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാതെ. എൻ്റെ മുമ്പിലുള്ള കാര്യമല്ലത്. കോൺഗ്രസിന്റെ 2 കരുത്തരായ വനിതാ നേതാക്കളാണ് അപ്പുറയും ഇപ്പുറയും നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഐഷ പോറ്റിയുടെ വരവ്? വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ശരിക്കും ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണ്. ഒട്ടനവധി ആളുകൾ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിൽ, അവരുടെ സംഘടനാ പ്രവർത്തനത്തിലെ തെറ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നന്മയുള്ള രാഷ്ട്രീയം കോൺഗ്രസ് നേതൃത്വത്തിൽ UDF-ലേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഏറെ അഭിമാനത്തോടെ സൗമ്യതയുടെ പ്രതിരൂപമായ, അതിലേറെ അർപ്പണബോധത്തിന്റെ പര്യായമായ ശ്രീമതി ഐഷ പോറ്റി അവർകളെ സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു വിസ്മയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ വിസ്മയത്തിൽ ആദ്യ വിസ്മയം ഇതാണോ? തീർച്ചയായും കേരളത്തിലെ നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റത്തിന്റെ ഒരു തുടക്കമായി തന്നെയാണ് ഐഷ പോറ്റി ചേച്ചിയുടെ ഈ ഒരു കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഞങ്ങൾക്ക് വളരെ ആവേശം പകരുന്നതാണ്. കേരള ജനത ഇത് നെഞ്ചിലേറ്റുന്നു ഈ തീരുമാനം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വിസ്മയങ്ങൾ ഇനിയും തുടരും. തീർച്ചയായും ഇതൊരു തുടക്കം മാത്രം. എന്തായാലും ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം കാണുന്നത്. ഐഷ പോറ്റി പറയുന്നത് കാലത്തിൻ്റെ കാവ്യനിധി എന്നുള്ളതാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ കാലമായി അകന്ന് കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സൈബർ ആക്രമണം അടക്കം നേരിടേണ്ടി വന്നത്. അതെല്ലാം കോൺഗ്രസിലേക്കുള്ള വരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഐഷ പോറ്റി വ്യക്തമാക്കുന്നത്. അനൂപിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.